സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം തുടങ്ങി ഇന്ന് 3-ാം ദിവസം. നിരാഹാര സമരം ഇരിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആശാപ്രവർത്തകർ കൂട്ട ഉപവാസം ഇരിക്കും. തുടർച്ചയായി 3-ാം ദിവസവും നിരാഹാരം തുടരുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. മരിച്ചു വീണാലും പിന്നോട്ടില്ലെന്നാണ് ആശമാരുടെ നിലപാട്. രാപ്പകൽ സമരത്തിന്റെ 40-ാം ദിനം. നിരാഹാര സമരം തുടങ്ങി 2-ാം ദിവസം. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ വീഴേണ്ടി വന്നു നിരാഹാരം കിടന്നിരുന്ന ആശാപ്രവർത്തക ഷീജയ്ക്ക്. തുടർന്ന് സമരം ഏറ്റെടുത്ത് ശോഭ. മരിച്ചു വീണാലും പിന്മാറില്ലെന്ന് ആശാപ്രവർത്തക. മരണം വരെ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും ഞാൻ വിടില്ല, തുടരും. കുട്ടികളുടെ അവർക്ക് ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമവും, ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും ഒരു ഉപയോഗമില്ലാതെ പോയി. മാസം ഒരു തുക ഇതായിട്ട് തന്നിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയല്ലേ. 3 ദിവസമായി പട്ടിണി സമരം നടത്തുന്നതിനിടയിലും മുഖത്തെ ചിരി മായ്ച്ചു കളയാതെ സമരപ്പന്തലിൽ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദു. അപഹസിക്കുന്നതുകൊണ്ട് സമരം തീരില്ലല്ലോ. സമരം തീരണമെങ്കിൽ അതിൻ്റെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡിലേക്ക് വന്നത് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യണം. ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും ഉണ്ടൊന്നും സമരം തീർക്കാൻ പറ്റില്ല. സമരം തീർക്കണേ അതിൻ്റെതായ രീതിയിൽ പോകണം. മന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി സന്ദർശനത്തിൽ ഉയർത്തിയിരുന്ന അവകാശവാദങ്ങൾ പൊളിഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ അടുത്ത നീക്കം എന്താണെന്നാണ് ആശമാർ ഉറ്റുനോക്കുന്നത്. അതേസമയം സമരത്തിന് പിന്നിൽ മഴവിൽ സഖ്യമാണെന്നും സമരം നടത്തുന്നവരുടെ ഉദ്ദേശം സർക്കാരിന്റെ തകർച്ചയാണെന്നും അടക്കമുള്ള ന്യായീകരണങ്ങൾ തുടരുകയാണ് CPIM. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.